Hello everyone, welcome back to the channel EduScore. ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് NCERT സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. The chapter name is Materials, Metals and Non-Metals. So to be precise, we can say we are going to study about metals and non-metals in today's class. So already 8th സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തതാണ്. അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. So for those of you who haven't watched those videos, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് കിട്ടും. സോ പ്ലീസ് വാച്ച് ദോസ് വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ ഇനി നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. We should start reading the chapter. You are familiar with a number of materials like iron, aluminum, copper, etc. Some materials have been given in table 4.1. സോ നമ്മൾ ഡെയിലി ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. സോ അങ്ങനെയുള്ള ചിലതാണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അയൺ, കോൾ, സൾഫർ, അലുമിനിയം, കോപ്പർ, ഇതൊക്കെ. സോ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, അതുപോലെ ഇതിൻ്റെ ഹാർഡ്നെസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയേണ്ടത്. സോ അപ്പിയറൻസ് വൈസ് ഇസ് ഇറ്റ് ഷൈനി ഓർ ഇസ് ഇറ്റ് ഡൾ? ഇനി ഹാർഡ്നെസ്സിൻ്റെ ഇതിലാണെങ്കിൽ ഇസ് ഇറ്റ് വെരി ഹാർഡ് ഓർ ഇസ് ഇറ്റ് നോട്ട് വെരി ഹാർഡ്? അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇസ് അയൺ. അയൺ ഹാസ് എ ഷൈനി അപ്പിയറൻസ് അല്ലേ? അതുപോലെ തന്നെ അയൺ ഈസ് വെരി ഹാർഡ് ടു ടച്ച്. അതുപോലെ കോൾ ഡസൻ ഹാവ് എ ഷൈനി അപ്പിയറൻസ്. കോൾ ഈസ് വെരി ഡൾ ഇൻ അപ്പിയറൻസ്. അറ്റ് ദ സെയിം ടൈം കോൾ ഈസ് നോട്ട് ദാറ്റ് ഹാർഡ്. കോൾ ഈസ് നോട്ട് വെരി ഹാർഡ്. അതുപോലെ സൾഫർ ഈസ് ഓൾസോ ഡൾ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോട്ട് വെരി ഹാർഡ്. At the same time, aluminum and copper, we know they have a shiny appearance and are hard to touch. So, can you name the materials which are metals? The rest of the materials in table 4.1 are non-metals. സോ ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞു. ഇതിൽ ഏതൊക്കെയാണ് മെറ്റൽസ് എന്ന് അറിയോ നിങ്ങൾക്ക്? യെസ്, ഡെഫിനറ്റ്ലി അയൺ, കോപ്പർ ആൻഡ് അലുമിനിയം ആർ മെറ്റൽസ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ദീസ് ആർ ഓൾ മെറ്റൽസ്. ദ റിമൈനിങ് മെറ്റീരിയൽസ് ആർ നോൺ മെറ്റൽസ്. Metals can be distinguished from non-metals on the basis of their physical and chemical properties. Recall that luster and hardness are physical properties. So, ഇപ്പോൾ നമ്മൾ ഇത് ചിലത് മെറ്റൽസ് ആണ്, ചിലത് നോൺ മെറ്റൽസ് ആണ് എന്ന് പറഞ്ഞു. On what basis did we classify these things? എന്ത് ബേസിസിലാണ് നമ്മളിത് പറയാൻ കാരണം? There are certain chemical and physical properties specific for metals and non-metals. So, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ മെറ്റൽസിനും നോൺ മെറ്റൽസിനും ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ലെസ്റ്റർ ആൻഡ് ഹാർഡ്നെസ്. ലെസ്റ്റർ മീൻസ് അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഷൈനി ആണോ ഡള്ളാണോ, അതാണ് ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ. സോ ലെസ്ട്രസ് ആണോ അല്ല അപ്പിയറൻസിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹാർഡാണോ അല്ല സോഫ്റ്റ് ആണോ ടച്ച് ചെയ്യുമ്പം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മളിപ്പോൾ ഈ ടേബിളിൽ കാറ്റഗറൈസ് ചെയ്തത്. സോ വി ഷുഡ് റിമെമ്പർ ദാറ്റ് ദിസ് ലെസ്റ്റർ ആൻഡ് ഹാർഡ്നെസ് ആർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിലാണ് ഇപ്പോൾ നമ്മൾ ഈ ടേബിൾ ഫിൽ ചെയ്തത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ്. So first we will study about the physical properties of metals and non-metals. Have you ever seen a blacksmith beating an iron piece or an article made up of iron like a spade, a shovel, an axe? Do you find a change in the shape of these articles on beating? Would you expect a similar change if you try to beat a piece of coal? സോ നമ്മൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫിലിംസിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബ്ലാക്ക് സ്മിത്തൊക്കെ അയൺ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ നൈഫ്സോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ടൂൾസ് ഉണ്ടാക്കുമ്പോൾ ദേ വിൽ ബി ബീറ്റിംഗ് ഓൺ ദ മെറ്റൽ. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പം ഹാർഡായിട്ട് ബീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സെയിം ടൈം ഒരു കോളിനെയാണ് ഇതുപോലെ ബീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുകയാണോ ചെയ്യുക, ഓർ വിൽ ഇറ്റ് ബിക്കം പൗഡർ? സോ ലെറ്റ് us find it out. There is an activity 4.1. Take a small iron nail, a coal piece, a piece of thick aluminium wire and a pencil lead. Beat the iron nail with a hammer, but take care that you don't hurt yourself in the process. Try to hit hard. Hit hard the aluminium wire also. Then repeat the same kind of treatment on the coal piece and pencil lead. Record your observations in table 4.2. സോ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ 4 ഐറ്റംസ് എടുക്കണം. വൺ ഈസ് മേഡ് അപ്പ് ഓഫ് അയൺ, ദ അതർ ഷുഡ് ബി
aluminum wire, then a piece of coal, and also pencil lead. And you have to hit each of the item with a hammer. You have to hit it hard and see എന്താണ് ചേഞ്ച് വരുന്നത്. You saw that the shape of the iron nail and the aluminum wire changed on beating. If they were beaten harder, these could be changed into sheets. So അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തപ്പോൾ we saw that അയണും അലുമിനിയം നമ്മളിങ്ങനെ ഹാർഡായിട്ട് ബീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഷേപ്പ് മാറി അതിങ്ങനെ ഫ്ലാറ്റായി വരികയാണ് ചെയ്യുന്നുണ്ടായത് അല്ലേ. You might be familiar with silver foil used for decorating sweets. You must also be familiar with the aluminum foil used for wrapping food. സോ നമ്മൾ യൂസ് ചെയ്യുന്ന അലുമിനിയം ഫോയിലും സിൽവർ ഫോയിലൊക്കെ ഫുഡ് റാപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന അലുമിനിയം ഫോയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദീസ് ആർ ഓൾസോ മെറ്റൽസ്. The property of metals by which they can be beaten into thin sheets is called malleability. So നമ്മൾ മെറ്റൽസിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് പഠിക്കുന്നത്, malleability. The property of metals by which they can be beaten into thin sheets is called malleability. So ഇപ്പം അയണിൻ്റെയും അലുമിനിയത്തിൻ്റെയും കേസിൽ നമ്മൾ പറഞ്ഞു ഫോഴ്സ് കൊടുത്ത് അതിനെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ചേഞ്ചിങ് ദ ഷേപ്പ്, ഇറ്റ് ഈസ് ബിക്കമിങ് ഫ്ലാറ്റ് എൻഡ്. അങ്ങനെ മാക്സിമം ഫോഴ്സിൽ അത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി ഇറ്റ് വിൽ ബിക്കം തിൻ ഷീറ്റ്സ്. സോ ഇങ്ങനെ തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. സോ മെറ്റൽസ് ആർ മാലിയബിൾ. ദിസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്. സോ മെറ്റൽസിന് മാത്രമല്ല ഒരു പ്രോപ്പർട്ടിയാണിത്. ആസ് യു മസ്റ്റ് ഹാവ് നോട്ടീസ്ഡ്, മെറ്റീരിയൽസ് ലൈക്ക് കോൾ ആൻഡ് പെൻസിൽ ലെഡ് do not show this property. Can we call these metals? സോ നമ്മൾ ഇതേ ആക്ടിവിറ്റിയിൽ യൂസ് ചെയ്ത മറ്റ് രണ്ട് കാര്യങ്ങളാണ് പീസ് ഓഫ് കോളും അതുപോലെ പെൻസിൽ ലെഡും. ഇത് രണ്ടും പക്ഷെ നമ്മൾ ഹാമർ വെച്ച് ബീറ്റ് ചെയ്യുമ്പം പൗഡറായി പോവുകയാണ് ചെയ്തത്. ഇൻസ്റ്റെഡ് ഓഫ് ചേഞ്ചിങ് ഇറ്റ് ഷേപ്പ്, ഇറ്റ് ബ്രോക്ക് ഇൻ ടു സ്മോൾ പീസസ്. സോ therefore these are not malleable, so we cannot say these are metals. So these are non-metals. Can you hold a hot metallic pan which is without a plastic or wooden handle and not get hurt? Perhaps not. Why? Try to list some other experiences in which a wooden or plastic handle protects you from being hurt while handling hot things. On the basis of these experiences, what can you say about the conduction of heat by wood and plastic? സോ ഡെഫിനറ്റ്ലി നമ്മൾ കിച്ചണിലൊക്കെ കയറി ചൂടുള്ള പാത്രങ്ങളൊക്കെ തൊടുമ്പം ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി പ്ലാസ്റ്റിക് ഓർ വുഡൻ ഹാൻഡിൽ നമുക്ക് ഈ ചൂട് കാരണം ചിലപ്പോൾ പൊള്ളിപ്പോവാറുണ്ട് കൈ അല്ലേ. സോ വാട്ട് ഈസ് ആക്ച്വലി ദ ഫങ്ഷൻ ഓഫ് ദിസ് പ്ലാസ്റ്റിക് ഓർ വുഡൻ മെറ്റീരിയൽ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. സോ സെയിം വേ വുഡ് ഈസ് ഓൾസോ എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാസ്റ്റിക്കും വുഡും ഈ പുവർ കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഈ ചൂടുള്ള കാര്യങ്ങളൊക്കെ അത് ടച്ച് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വുഡിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. യു മസ്റ്റ് ഹാവ് സീൻ ആൻ ഇലക്ട്രീഷ്യൻ യൂസിങ് എ സ്ക്രൂ ഡ്രൈവർ. വാട്ട് കൈൻഡ് ഓഫ് ഹാൻഡിൽ ഡസ് ഇറ്റ് ഹാവ് ആൻഡ് വൈ? സോ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ കയ്യിലൊക്കെ കാണുന്ന സ്ക്രൂ ഡ്രൈവേഴ്സ്, അതിൻ്റെ ഹാൻഡിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഇറ്റ് വിൽ ബി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. സോ again നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് ഓൾറെഡി, പ്ലാസ്റ്റിക് ഇസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ ഹാൻഡിൽ പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കുന്നത്. സോ ഹിയർ ഈസ് എൻ ആക്ടിവിറ്റി ടു ഫൈൻഡ് ദിസ് ഔട്ട്. ആക്ടിവിറ്റി 4.2. Recall how to make an electric circuit to test whether electricity can pass through an object or not. So you have to make a circuit as given in figure 4.2. You might have performed the activity with various objects in class 6. Now repeat the activity with the materials mentioned in the table 4.3. Observe and group these materials into good conductors and poor conductors. So അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ മുമ്പ് പല മെറ്റീരിയൽസും വെച്ച് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ഈ താഴെ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? വി ഹാവ് ടു ടെസ്റ്റ് ഇറ്റ് വിത്ത് ആൻ അയൺ റോഡ് ഓർ അയൺ നെയിൽ, then sulfur, then a piece of coal and a copper wire. And we have to note down which are all good conductors, which are all poor conductors. You observe that iron rod, nail and copper wire are good conductors, while rolled sulfur piece and coal piece are poor conductors. So ഇവിടെ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ we will see that iron and copper will be passing electricity, whereas sulfur and coal cannot pass electricity. They are poor conductors. Oh, the meaning of recalling our experiences and then of this activity was to show that metals are good conductors of heat and electricity. We learned this in class 6.
So നമ്മൾ ആദ്യം തന്നെ ഓർത്തിരുന്നു അല്ലേ, ഈവൻ ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ വി ഹാഡ് ലേൺ പ്ലാസ്റ്റിക് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. സോ അപ്പോൾ ജനറലി നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? മെറ്റൽസ് are good conductors of heat and electricity, whereas non-metals are poor conductors of heat and electricity. So അപ്പോൾ നമുക്ക് മെറ്റൽസിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിലുള്ള സെക്കൻഡ് ഡിഫറൻസ് ആയിട്ട് നമുക്കിത് പറയാൻ പറ്റും. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്, whereas non-metals are poor conductors of electricity and heat. Where do you find the use of aluminum and copper wires? Have you seen wires of coal? Definitely not. അല്ലേ? സോ നമ്മൾ ഇലക്ട്രിക് വയേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും, പക്ഷെ അകത്തുള്ള വയേഴ്സ് വിൽ ബി മെയ്ഡ് ഓഫ് എയ്തർ കോപ്പർ ഓർ അലുമിനിയം. വി ഹാവ് നെവർ സീൻ വയേഴ്സ് മെയ്ഡ് ഓഫ് കോൾ അല്ലേ? ഇറ്റ്സ് ബിക്കോസ് കോൾ ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇറ്റ് കാൻ പാസ് ഇലക്ട്രിസിറ്റി. The property of metal by which it can be drawn into wires is called ductility. So next property is ductility. Ductility അത് underline ചെയ്യുക. Ductility is the property of metal by which it can be drawn into wires. So നമ്മൾ പറഞ്ഞു കോപ്പർ വയർ, അലുമിനിയം വയർ എന്നൊക്കെ, ബട്ട് വി ഹാവ് നെവർ ഹേർഡ് അബൌട്ട് കോൾ വയേഴ്സ് അല്ലേ? സോ മെറ്റൽസിന് മാത്രമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു തിൻ വയേഴ്സ്. Have you ever noticed the difference in sound on dropping an iron sheet or a plate, a metal coin, and a piece of coal on the floor? If not, you can try it now. സോ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള സാധനങ്ങൾ, പല മെറ്റീരിയൽസ് താഴെ വീഴുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഒന്ന് ഒബ്സർവ് ചെയ്യണം. എല്ലാ മെറ്റീരിയൽസും താഴെ വീഴുമ്പം സെയിം കൈൻഡ് ഓഫ് സൗണ്ട് അല്ല ഉണ്ടാവുന്നത് അല്ലേ? ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ താഴെ വീഴുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് അല്ല നമ്മളെ കയ്യിൽ നിന്ന് ഒരു അയണിൻ്റെ കൊണ്ടുള്ള ഒരു അയൺ റോഡ് താഴെ വീണാൽ ഉണ്ടാകുന്നത്. ബോത്ത് ആർ ഡിഫറെൻറ്റ്. Do you notice any difference in the sound produced? Yes. Have you seen wooden bells in temples? Can you give a reason? ഇനി അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ടെമ്പിൾസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ we will be seeing metallic bells. We have never seen bells made up of wood. Why is it so? The things made of metals produce a ringing sound when struck hard. Suppose you have two boxes similar in appearance, one made of wood and the other of metal. Can you tell which box is made of metal by striking both the boxes? So, മെറ്റലിൻ്റെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത്, നമ്മളതിന് ഹാർഡായിട്ട് എവിടെയെങ്കിലും നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ബി ഹിയറിങ് സം റിങ്ങിങ് സൗണ്ട്. വെറാസ് നോൺ മെറ്റൽസിനാണെങ്കിൽ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കില്ല. സോ അതിനൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയാം നമുക്ക്. ഇഫ് യു ഹാവ് എ ബോക്സ് മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് അനദർ ബോക്സ് മെയ്ഡ് ഓഫ് മെറ്റൽ, ഇതിൻ്റെ രണ്ടിനും നമ്മൾ കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഏതാണ് മെറ്റൽ ഏതാണ് വുഡൻ ബോക്സ് എന്ന്. ആ സൗണ്ട് ഡിഫറൻസ് കേട്ടിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? Since metals produce ringing sounds, they are said to be sonorous. The materials other than metals are not sonorous. So next important term is sonorous. So metals have this property of producing ringing sounds. Therefore they are called sonorous. At the same time, non-metals cannot produce this ringing sound. Therefore they are not sonorous. After performing the above activities, we can say that some materials are hard, lustrous, malleable, ductile, sonorous, and good conductors of heat and electricity. The materials which generally possess these properties are called metals. So, ഇപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയായിരുന്നു പഠിച്ചിരുന്നത്. ആൻഡ് കുറച്ച് ആക്ടിവിറ്റീസിൽ കൂടെ നമ്മളിപ്പോൾ പല കാര്യങ്ങളും പഠിച്ചു. നമ്മൾ കുറച്ച് പുതിയ ടേംസും കൂടെ പഠിച്ചു. സോ ജനറലി നമ്മൾ മനസ്സിലാക്കിയത് certain materials are there which are hard, lustrous, malleable, ductile, sonorous, and good conductors of heat and electricity. So such materials are called metals. The examples of metals are iron, copper, aluminum, calcium, magnesium, etc. So these are all examples of metals. In contrast, materials like coal and sulfur are soft and dull in appearance. They break down into powdery mass on tapping with a hammer. They are not sonorous and are poor conductors of heat and electricity. These materials are called non-metals. സോ നമ്മളിപ്പോൾ ചെയ്തു വരുന്ന എക്സ്പെരിമെൻറ്റ്സിൽ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് മനസ്സിലായി ദർ ആർ സർട്ടൻ മെറ്റീരിയൽസ് വിച്ച് ആർ സോഫ്റ്റ് ആൻഡ് ഡൾ ഇൻ അപ്പിയറൻസ് ആൻഡ് ഓൾസോ ദേ ബ്രേക്ക് ഇൻ ടു പീസസ് വെൻ ടാപ്ഡ് വിത്ത് എ ഹാമർ ആൻഡ് ദേ കനോട്ട് പ്രൊഡ്യൂസ് ദ റിംഗിങ് സൗണ്ട് ആൻഡ് ദർഫോർ ആർ നോട്ട് സോണറസ് ആൻഡ് ഓൾസോ ദേ കനോട്ട് പാസ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് ത്രൂ ദം. ദേ ആർ പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. സോ സച്ച് മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. The examples of non-metals are
sulfur, carbon, oxygen, phosphorus, etc. So you can remember a few of these examples. So നമ്മൾ ഇവിടെ കുറച്ച് പുതിയ ടേംസ് പഠിച്ചിരുന്നു. യു ഹാവ് ടു റിമെമ്പർ ദം. ഹാർഡ്, ലസ്ട്രസ്, മാലിയബിൾ, ഡക്റ്റൈൽ, സോണറസ് ആൻഡ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. സോ ഇതിൽ ഓരോന്ന് മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സോണറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതാത് സ്ഥലത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെ മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിലുള്ള ഫിസിക്കലി എങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. Metals like sodium and potassium are soft and can be cut with a knife. Mercury is the only metal which is found in liquid state at room temperature. These are exceptions. So നമ്മൾ ജനറലി എങ്ങനെയാണ് മെറ്റൽസും നോൺ മെറ്റൽസും ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. There are few exceptions also. So sodium and potassium are metals, but they are soft and they can be cut with a knife. അതേസമയം mercury is the only metal which can remain as liquid in room temperature. So these are exceptions. ഇതും നിങ്ങൾ ഓർത്തു വെക്കുക. മെർക്കുറി, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ മെറ്റൽസ്. പക്ഷേ ബാക്കിയുള്ള മെറ്റൽസിനും ദേ ആർ ഹാവിങ് സം ഡിസ്റ്റിങ്ക്ട് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ഹിയർ കംസ് ദ എൻഡ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സോ ഇനി നമുക്ക് പഠിക്കേണ്ടത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സോ എല്ലാവരും ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ റിവൈസ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദം ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. So study well. Thank you.